ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയാണ്. എനിക്ക് പെർഫെക്റ്റായി കിട്ടിയിട്ടുള്ള 2 രീതിയാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ടിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് മാവ് കുഴച്ചെടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് ഞാനിതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിടുക, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിലൊക്കെ കുഴച്ചെടുക്കുക. കൂടുതൽ ടൈമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് കുഴക്കാനായിട്ട് എടുത്തത്. ഓരോ പൊടിയുടെയും ടൈപ്പ് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഇനി ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്കൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ ഇതാ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ തന്നെ അത് ക്ലീനൊക്കെ ചെയ്തെടുക്കുക. മണലൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി എടുക്കുക. അതിനുശേഷം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ കുക്കറിൽ അധിക ടൈം ഇത് വെക്കാൻ പാടില്ല. അപ്പോൾ തന്നെ അതിൽ നിന്നും മാറ്റി വെക്കുക. ചൂടൊക്കെ ഒന്ന് ആറിയാൽ തൊലി കളഞ്ഞ് ഇതൊന്ന് ഉടച്ചെടുക്കുക. നിങ്ങളെങ്ങനെയാണോ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഞാൻ ഇവിടെ ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുത്തത്. നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ കുറച്ചധികം എടുക്കാം. 1 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഈ ഒരു സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒഴികെ ബാക്കി ഈ 3ഉം ഒന്ന് ചതച്ചെടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൊണ്ടുവരാം. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പച്ച ചുവയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയും ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയതുകൊണ്ട് എനിക്ക് ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൽ അതൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുക. അതിൻ്റെ പച്ചച്ചുവയ്ക്ക് മാറുന്നത് വരെ, അതുപോലെ തന്നെ ഉള്ളി ഒന്ന് ജസ്റ്റ് വാടുന്നത് വരെയും വെയിറ്റ് ചെയ്ത് ഒന്ന് വഴറ്റുക. ഈ ഒരു മസാല റെഡിയായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉടച്ചു വെച്ച പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കസൂരി മേത്തിയില്ലേ, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയ്യിലിട്ടൊന്ന് പൊടിച്ചു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയില ചേർക്കുക. അതിനുശേഷം കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മല്ലിയിലയും കസൂരി മേത്തിയും അതുപോലെയുള്ള എല്ലാ മസാലകളും ഉരുളക്കിഴങ്ങിൽ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ബോൾസാക്കി വെച്ചതിൽ നിന്ന് ഒരു ബോളെടുത്ത് പരത്തിയെടുത്തു. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ച പൊട്ടറ്റോ മസാല നമ്മുടെ ചപ്പാത്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം എക്സസായി മാവ് ഉണ്ടെങ്കിൽ
അതൊന്ന് അതിൽ നിന്ന് എടുത്ത് കളയാം. എന്നിട്ട് കൈ വെച്ച് ഒന്ന് പ്രസ്സാക്കി കൊണ്ടുവന്ന് ഇതിന് ശേഷം മാത്രം ചപ്പാത്തി കോല് കൊണ്ട് പരത്തി കൊടുത്താൽ മതി. മസാലയൊന്നും പുറത്ത് വരാത്ത വിധത്തിൽ തന്നെ പതുക്കെ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഞാനിതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഓയിലൊന്ന് നമ്മുടെ തവയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ ഓയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുന്നതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഓയിലാക്കിയതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അടുത്ത രീതി എന്താണെന്ന് നോക്കാം. അതിനായിട്ട് 2 ഒരേപോലെയുള്ള ചപ്പാത്തി ആവശ്യമുണ്ട്. അതിനായിട്ട് 2 എണ്ണം ഇതാ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നിൻ്റെ മുകളിൽ കുറച്ച് മസാല എടുത്ത് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാല സൈഡിലൊന്നും വരണ്ട കേട്ടോ, സെൻറ്ററിൽ മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പരത്തി വെച്ച വേറൊരു ചപ്പാത്തി എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഇതാ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് തന്നെ ഒരു ടിഫിൻ്റെ ടോപ്പ് എടുത്ത് വെച്ച് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും താല്പര്യമില്ലെങ്കിൽ അതൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടാനായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ. ഇത് കട്ട് ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. മസാലയൊക്കെ പുറത്ത് വന്നിട്ട് വരുന്ന വിധത്തിൽ ഹോൾസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിനായിട്ട് ഇതാ തവയിലേക്ക് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടയുടെ മേലെയും ഓയിൽ തേച്ച് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.